മലപ്പുറം വേങ്ങര റോഡിലെ പാണക്കാട് എടയിപ്പാലത്ത് മണ്ണിടിച്ചിലുണ്ടായി. സ്ഥലത്ത് നിന്ന് മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ മനോരമ ന്യൂസ് സംഘം അടക്കമുള്ള മാധ്യമപ്രവർത്തകർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മണ്ണിടിച്ചിലിന് കാരണമായ മണ്ണെടുപ്പിന് അനുമതി നൽകിയതിനെ ചൊല്ലി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തമ്മിൽ തർക്കമുണ്ടായി. തിരക്കേറിയ റോഡിലേക്ക് മണ്ണിടിഞ്ഞത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് രണ്ടാമത്തെ മണ്ണിടിച്ചിൽ. നമ്മളടക്കം ജീവൻ ഇപ്പോൾ ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരാണ്. ഞാനും ക്യാമറമാനും ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ആ മണ്ണ് ഇപ്പോൾ ഞങ്ങൾ നിന്ന സ്ഥലത്താണ് മണ്ണ് ഇപ്പോൾ കൂടിക്കിടക്കുന്ന ആ ദൃശ്യങ്ങളാണ്. റോഡിലേക്ക് ഒന്നിച്ച് ഇടിഞ്ഞു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ക്യാമറയിൽ പകർത്തുന്നതിനിടെ അപ്രതീക്ഷിതമായി രണ്ട് തെങ്ങുകളടക്കം വലിയൊരു ഭാഗം മണ്ണ് ഇടിഞ്ഞു താഴുകയായിരുന്നു. ഉരുൾപൊട്ടൽ പോലെ സെക്കൻഡുകൾക്കുള്ളിൽ മണ്ണും വെള്ളവും എത്തിയപ്പോൾ റോഡിൽ നിന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പലരും ചെളിയിൽ വീണു. ഈ റിസ്ക് ഏരിയയിൽ നിന്നുള്ള താമസക്കാരെ മാറ്റി ഫാമിലീനെ മാറ്റിയിട്ടുണ്ട്. ഇതിന് ഒരു ചെറിയ റേഡിയസിലൊന്നും ആരുമില്ല. ഒരു 200 മീറ്റർ 300 മീറ്റർ റേഡിയസിലെ ആളുകളുള്ളൂ. അവരോട് മാറാൻ പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:30 മൂന്നാമത്തെ വട്ടവും മണ്ണിടിച്ചിലുണ്ടായി. മണ്ണിടിച്ചിൽ സാധ്യത തുടരുന്നതുകൊണ്ട് റോഡിൽ കുന്നുകൂടി കിടക്കുന്ന മണ്ണ് മാറ്റണമെങ്കിലും കാലാവസ്ഥ അനുകൂലമാവണം. നമ്മളിത് വന്ന ഉടനെ തന്നെ ആളുകളോട് പറഞ്ഞാണ് മാറണം, ഡേഞ്ചറാണ്, കേസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാണ്. പക്ഷെ ആരും ഇത് ഉൾക്കൊണ്ടില്ല. ഈ ഒരു നമ്മൾ ദുരന്തം നമ്മൾ TV കൂടെ കാണുന്നതല്ല, എല്ലാവർക്കും നേരിട്ട് കാണണം, അത് ലൈവായിട്ട് ഫോണിലെടുക്കണം, അതൊക്കെയാണ് എല്ലാവരും കരുതുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേരത്തെ മണ്ണെടുത്ത ഭാഗത്താണ് മഴ ശക്തമായതോടെ തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടായത്. നിർമ്മാണത്തിന്റെ പേരിൽ പാറ പൊട്ടിക്കാനടക്കം ജിയോളജിസ്റ്റ് അനുമതി നൽകിയിട്ടുണ്ട്. നിർമ്മാണങ്ങൾക്ക് മലപ്പുറം നഗരസഭയും അനുമതി നൽകിയിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥരാണ് ഉത്തരവാദികളെന്ന നിലപാടിലാണ് നഗരസഭ. ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുന്നത് നഗരസഭ കൗൺസിലർമാരല്ലല്ലോ, ജനപ്രതിനിധികളല്ലല്ലോ, ഉദ്യോഗസ്ഥരാണ്. ഞങ്ങളുടെ കൗൺസിലകത്തല്ല ഇത് ചെയ്യുന്നത്. എന്തെങ്കിലും തരത്തിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആക്ഷൻ എടുക്കാൻ വേണ്ടി മന്ത്രി മുതൽ ആളുകൾ ഡയറക്ഷൻ കൊടുത്തിട്ടുമുണ്ട്. 2019 പ്രളയകാലത്തും ഇതേ സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഇത് അറിഞ്ഞിട്ടും കുന്നിടിക്കാനും പാറ പൊട്ടിക്കാനും അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണവും ആവശ്യമുണ്ട്. എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്, മലപ്പുറം.